ഇങ്ങനെ അങ്ങനെ എന്നിട്ട് ശരിക്കും വലിച്ചിട്ട ക്ലാരെ, നീ പാൽ ആവശ്യത്തിന് കുടിച്ചല്ലോ അല്ലേ? മക്കളെ, നിങ്ങളെല്ലാം നന്നായി ഭക്ഷണം കഴിച്ചല്ലോ അല്ലേ? അയ്യെങ്കിൽ നമുക്ക് തുടങ്ങാം. അപ്പൊ കാലത്തെ കാപ്പൂടി കഴിഞ്ഞ സ്ഥിതിക്ക് ഇനി ഉച്ചയൂണ് വരെ നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കാം. ഓക്കെ? 1 2 3 സ്റ്റാർട്ട്. ഒന്ന് വേഗമാകട്ടെ, പൊക്കിയെടുത്ത് കേട്ടെ. ആ, വലക്കൂടിലിടാനുള്ളതാ. എന്റെ കർത്താവേ, അയ്യോ. അയ്യോ, എടാ വേഗരിക്കോ. ഓൾ ഫാമിലി പാക്കപ്പ്. ഓഹോ, എന്തൊരാശ്വാസം. അങ്ങനെ എല്ലാരും ആശുപത്രിയിലായി. ഇനി ഒരെണ്ണം ഇങ്ങോട്ട് കിടക്കത്തില്ല. സനജ, നീ മിടുക്കനാണ്, മണ്ടനല്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകാൻ സമയമായി. വൈകിട്ട് നമുക്ക് കാര്യമായിട്ടൊന്ന് ആഘോഷിക്കണോ? പിന്നെ 2 ഫുൾ ചിക്കൻ വാങ്ങിക്കൊണ്ടുവരുമോ? ഇല്ല, ഞാൻ കഴിക്കും. നീ വാങ്ങിച്ചോണ്ട് വെച്ചേക്കണം. ഏതായാലും കാര്യങ്ങളൊക്കെ നീ ഭംഗിയാക്കി സന്നിച്ച. അളിയൻ പറഞ്ഞു തന്ന 3 വിദ്യയില് 2 നിനക്ക് പ്രയോഗിക്കേണ്ടി വന്നുള്ളൂ അല്ലേ? ശവലം പറഞ്ഞ 3 വിദ്യ ഞാൻ പ്രയോഗിച്ചു. അതെയാ? വയറിളക്കുന്ന വിദ്യ ശവലി ഇപ്പൊ കുടിച്ച ചായയിൽ ഞാൻ പ്രയോഗിച്ചു. കർത്താവേ, വന്ന് ആലീസേ, ഒരു ബക്കറ്റ് വെള്ളം കൊടുത്തിട്ടോ. കർത്താവേ, എടേ, നിന്റെ ആങ്ങളമാരോട് എന്റെ ആംബുലൻസിൽ എന്നെ ഒന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ. ആലീസേ, ഒരു 3 ബക്കറ്റ് കൂടി കൊണ്ടുപോവാ. എന്റെ കർത്താവേ, അലിയ, എനിക്ക് ആംബുലൻസിൽ കയറണം. ഒരു ദിവസം മോനെ ആംബുലൻസിൽ കിടത്തി കൊണ്ടുപോകണമെന്നാണ് അളിയന്റെ ആഗ്രഹം. പക്ഷെ ഇന്ന് അളിയനൊരു ട്രിപ്പ് ഉണ്ട്. മോർച്ചറിന്ന് ഒരു അനാഥ ശവം ചുടുകാട്ടിക്കൊണ്ടുപോയി ദഹിപ്പിക്കാനുണ്ട്. അലിയ, ഞാൻ ഇന്ന് വരെ പോർച്ചറി കണ്ടിട്ടില്ല. എന്നെ ഒന്ന് കൊണ്ടുപോ. മോർച്ചറി എന്ന് പറഞ്ഞാൽ ചിൽഡ്രൻസ് പാർക്ക് അല്ലേ? നീ ഒന്നും ഉണ്ടായിരുന്നോ? ഒന്ന് പോയേ. എനിക്ക് മോർച്ചറി അമ്മ, അലിയനല്ലേ പോർച്ചറി കാട്ടില്ല. അവന്റെ ഒരു ആഗ്രഹമല്ലടാ, ഒന്നും കൊണ്ടുപോയി കാണിക്കരാ. വേണമെങ്കിൽ ഞാനും കൂടെ വരാടാ. സണ്ണിച്ചന്റെ അമ്മ തന്നെ ബെസ്റ്റ്. എന്റെ പൊന്നമ്മച്ചി, മോർച്ചറി എന്ന് പറഞ്ഞാൽ കാഴ്ച ബംഗ്ലാവല്ല, ശവങ്ങൾ ഇടുന്ന സ്ഥലമാണ്. എന്റെ ഈശോ, അതാ. ആവശ്യം വരുമ്പോ ഞാൻ കൊണ്ടുപോയിക്കണം. കൈ എടുക്കറ. മിണ്ടാതിരുന്നോളോ. വയസ്സ് 85. ഞാനിതുവരെ മോർച്ചറി കണ്ടിട്ടില്ല. അപ്പഴ അവന്റെ ഒരു ആഗ്രഹം. എടി ആലീസേ, ഇതിനെ എടുത്തോണ്ട് പോ. നിന്റെ അനിയനെ കണ്ട് പേടിക്കും. വലിയൊരു തന്നെ കണ്ടാ പേടിക്കും. ഞാൻ ഇതുവരെ തവം കണ്ടിട്ടില്ല. എനിക്ക് തവം കാണണം. ശവം കാണാൻ മോർച്ചറി വരെ പോണോന്നില്ല. നീ കണ്ണാടിയിലോട്ടോ നോക്ക്. ഓ, ഒന്ന് പോണുണ്ടോ അവിടുന്ന്? അലിയ, മാതാവേ,
നല്ല അനുസരണയോടും ദൈവഭക്തിയോടും കൂടിയാണല്ലോ മകനെ വളർത്തിയിരിക്കുന്നത്. വിളിച്ചത് കേട്ടില്ലേ, പോട്ടാ പട്ടേന്ന്. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ. ആലീസേ, ആയിഷേ. ഒന്ന് കൊണ്ടുപോകുന്നത് ആലിസേ, ഞാൻ വരാൻ നേരം വിളക്കും, നീ പോയി കിടന്നോ. പോയി കിടന്നുറങ്ങ്, മേലാണ്ടിരിക്കോ ഇല്ലയോ? എന്താണ്? ബോഡി റെഡിയാണോ? പിന്നെ എപ്പോഴും റെഡിയാണ്. ശവം കൊണ്ടുപോകാൻ ഒരു സ്പിരിറ്റ് വേണമെങ്കിൽ സ്വപ്ന സ്പിരിറ്റ് അകത്ത് ചെല്ലണം. അതൊക്കെ ഞാൻ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ. ഓക്കെ. ഫ്രണ്ട്സ്, ചൂടാട്ടി ചിതയൊക്കെ റെഡിയാണല്ലോ. ഡെഡ് ബോഡി വേണേ നാട്ടിൽ കൊണ്ടുപോകാം. എന്റെ വണ്ടിയിലേ ഇരിക്കുന്നത്. വലിയ തുകയൊന്നും ആകത്തില്ല, ഒരു 10,000 രൂപയാവും. അയ്യോ, അവിടെ പിന്നെ ആരുമില്ല. ആ, ആകെ ഞാനൊരു അമ്മാവും മാത്രമേ ഉള്ളൂ. 6 വർഷം മുമ്പ് നാട് വിട്ടു പോന്നവനാ. ആര്, നിങ്ങളോ? അല്ല, ഒരു ഗുണവും ഇല്ലാത്തവനാ. അപ്പൊ പിന്നെ ചത്തതാ നല്ലത്. പത്രത്തിൽ ഓട്ടം കണ്ടപ്പോ വന്നെന്ന് മാത്രം. ഇവിടെ ദഹിപ്പിച്ചാ മതി. ഇവിടെ ദഹിപ്പിക്കാൻ ഒക്കില്ല. അയ്യോ, ഇവിടെ ദഹിപ്പിക്കണ്ട. പൊതു ശ്മശാനത്തിൽ ദഹിപ്പിച്ചാ മതി. ശ്മശാനത്തിലെങ്കിൽ പൊതു ശ്മശാനത്തില്. വേഗം വാരിയിരുന്ന് വണ്ടി കയറ്റ്. പോ പോ പോ. ഈ വാർണിഷ് ഇവിടെ ഇരിക്കട്ടെ.